ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ BEd ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറിലെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ 3rd യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിലെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം, അതിന്റെ മീനിങ് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം, അതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, അതിന് നമ്മൾ പല ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ലെവൽ 3, 4, 5 കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ മോഡൽസ് ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ, നമ്മൾ ഈ പറഞ്ഞ 3, 4, 5 ലെവൽസിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ഈസ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ, അതിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്, എന്താണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, വാട്ട് ഈസ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഡിസിപ്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന്റെ അപ്പുറത്ത് ആ ഒരു റിയൽ വേൾഡിനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരുന്നു ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഫൈനലി വാട്ട് ഇസ് സ്പൈറൽ കരിക്കുലം, നമ്മൾ പറഞ്ഞു നമ്മൾ ഓരോ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രീ റിക്വസിറ്റ് നോളേജ് എപ്പോഴും ആവശ്യമാണ് അല്ലെ. നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാര്യത്തിന് അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 4th പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒന്നുകൂടെ നമ്മൾ റിവൈൻഡ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് എല്ലാം ഓർത്തെടുത്ത് അതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പുതിയ ടോപ്പിക്കിലോട്ട് കടക്കുന്നത്. സോ ഇതെല്ലാം ഒരു ലോജിക്കൽ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഓരോ സിലബസ് അല്ലെങ്കിൽ ഓരോ ലെവൽസും കണക്റ്റഡ് ആണ്. അതിനെയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയി നമ്മൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കരിക്കുലം ക്രൗഡഡ് ആക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിന്റെ സെക്കൻഡ് സെഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വി ആർ സ്റ്റാർട്ടിംഗ് ദ സെഷൻ വിത്ത് ദ ഫസ്റ്റ് കൺസെപ്റ്റ്, ഡു കോയിൽസ് 4 C's ഓഫ് കരിക്കുലം. ഈ ഡു കോയിൽ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് ആണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകാരം കരിക്കുലത്തിന് അയാൾ 4C ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതില് പറയുന്നതാണ് CLIL, അതായത് കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. ഈ CLIL എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ സബ്ജക്റ്റും അതിന്റെ കൂടെ നമ്മൾ ഒരു ലാംഗ്വേജ് കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് CLIL എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലാംഗ്വേജ് കൂടെ പഠിച്ചെടുക്കും. ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടുവേർഡ്സ് ഇന്റഗ്രേഷൻ ഓഫ് സബ്ജക്ട്സ് വേർ സ്റ്റുഡൻസ് ലേൺ ദ സബ്ജക്ട് ആൻഡ് എ സെക്കൻഡ് ലാംഗ്വേജ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ടുണ്ട്, അറബിക് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഉറുദു, ഇനിയിപ്പോ അത് തമിഴ്നാടൊക്കെ ആണെങ്കിൽ തമിഴ്, കന്നഡ, അങ്ങനത്തെ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും അതിന്റെ കൂടെ നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് കൂടെ അതിന്റെ കൂടെ തന്നെ പഠിക്കുമായിരുന്നു അല്ലെ. അപ്പൊ അതിനെയാണ് CLIL എന്ന് പറയുന്നത് കേട്ടോ. ഇനി ദ 4C's ടീച്ചിങ് ഫ്രെയിംവർക്ക് നമ്മൾ പറഞ്ഞു, 4C കരിക്കുലമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ 4C's എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് C ആണ് കോണ്ടന്റ്. അതായത് പ്രധാനമായിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മുടെ സബ്ജക്ട് നോളേജ് അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ആണ് അല്ലെ. അതിനെയാണ് കോണ്ടന്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് എന്തിലൂടെയാണ്, നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. നമ്മൾ സയൻസ് പഠിക്കും, സോഷ്യൽ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ സബ്ജക്ട് മാറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ആണ് സെക്കൻഡ് C എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് കൊഗ്നിഷൻ ആൻഡ് ഫോർത്ത് വൺ ഇസ് കൾച്ചർ. നമ്മൾ ഈ ഒരു ഫസ്റ്റ് 2 C പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് അക്വയർ ചെയ്യാൻ പറ്റും, കൊഗ്നിറ്റീവ് സ്കില്ലിലെ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, നമ്മുടെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി, ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, ഒരുപാട് സ്കിൽസ് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ ഇസ് കൾച്ചർ. എങ്ങനെ നമുക്ക് നല്ലൊരു സിറ്റിസൺ ആയിട്ട് ബിഹേവിയർ ചെയ്യാം, എന്തൊക്കെയാണ് ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത്, നല്ലൊരു ഒരു സിറ്റിസണിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. സോ 4 C ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോണ്ടന്റ്, സെക്കൻഡ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ ഇസ് കോഗ്നീഷൻ ആൻഡ് ഫോർത്ത് വൺ ഇസ് കൾച്ചർ.
ആദ്യത്തെ 2 C നമ്മൾ അക്വയർ ചെയ്യുന്നതിലൂടെ മൂന്നാമത്തെയും നാലാമത്തെയും C നമുക്ക് താഴെ നമ്മൾ അറ്റൈൻ ചെയ്തെടുക്കും ട്ടോ. അതാണ് ഡൂക്കോയിൽസിന്റെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഈ ഒരു 4C കോൺസിക്വൻസ് എന്തൊക്കെയാന്നുള്ളത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ഓഫ് ലേണിംഗ്. അതായത് നമ്മൾ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക അല്ലെ. നമ്മൾ ബാക്കി ഏത് സബ്ജക്ട്സ് പഠിക്കുകയാണെങ്കിലും അത് പഠിക്കാനായിട്ട് നമുക്ക് എന്തിന്റെ സഹായം വേണം? നമുക്കൊരു ഭാഷയുടെ സഹായം വേണം. ലിങ്ക് ദ കോണ്ടന്റ് ടു അനാലിസിസ് ഓഫ് കോണ്ടന്റ്. നമ്മളൊരു കോണ്ടന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മളൊരു ഭാഷ യൂസ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ഫോർ ലേണിംഗ്. ബിൽഡ് ലേണർ സ്കിൽസ്, മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് എക്സെട്ര. നമ്മൾ ഈ ഒരു ഭാഷ യൂസ് ചെയ്ത് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കും, അല്ലെങ്കിൽ നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് കൺസെപ്റ്റും കോണ്ടന്റ്സും പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ജനറേറ്റ് ചെയ്യും? ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ആയിക്കോട്ടെ, ലോജിസ്റ്റിക് സ്കിൽസ് ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആയിക്കോട്ടെ, ഒരുപാട് സ്കിൽസ് നമുക്ക് ഇതിലൂടെ അറ്റൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ലാംഗ്വേജ് ത്രൂ ലേണിംഗ്, നോളേജ് ബിൽഡിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. നമുക്ക് എന്ത് ചെയ്യും? ഈ ഭാഷയുടെ സഹായത്തോടു കൂടെ നമ്മൾ എന്ത് നടക്കുന്നുണ്ട്? നോളേജ് അക്വയർ ചെയ്യുന്നുണ്ട്, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റും സാധിക്കുന്നുണ്ട്. സോ ലാംഗ്വേജിലൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അല്ലെ. സ്കില്ലാണെങ്കിലും നോളേജ് ആണെങ്കിലും എല്ലാം അക്വയർ ചെയ്യുന്നത് ഈ ഒരു ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് CLIL കമ്പൈൻസ് ദ ഫോളോയിങ് എലമെന്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ 4C ആണ് അത്. കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, കൊഗ്നിഷൻ ആൻഡ് കൾച്ചർ. ഫസ്റ്റ് വൺ ഇസ് കോണ്ടന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സബ്ജക്ട് നോളേജ് അല്ലെങ്കിൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കോണ്ടന്റിലൂടെയാണ്. സെക്കൻഡ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യാണ്? നമ്മളൊരു ഭാഷ യൂസ് ചെയ്തുകൊണ്ട് മറ്റ് ലാംഗ്വേജസ്, അതായത് ഇപ്പൊ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇതിനൊന്നും പഠിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേകം ലാംഗ്വേജ് ഇല്ല. അപ്പൊ നോൺ ലാംഗ്വേജ് ആയിട്ടുള്ള പല സബ്ജക്ട്സിനെയും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാണ്? വേറെ പല സെക്കൻഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, മലയാളം എല്ലാം. നെക്സ്റ്റ് ഇസ് കൊഗ്നിഷൻ. നമ്മുടെ തിങ്കിങ് സ്കിൽസ് എല്ലാം ഇതിലൂടെ ഡെവലപ്പ് ചെയ്യും. ഫോർത്ത് വൺ ഇസ് എക്സ്പോഷർ ടു അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് CLIL ടോപ്പിക് പ്ലാനിംഗ് ഫ്രെയിംവർക്ക്, ദ 4Cs കരിക്കുലം. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് കേട്ടോ. മെഹിസ്റ്റോ ബ്രിങ് ഔട്ട് ഹൗ കൊഗ്നിഷൻ, കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ക്യാൻ contribute to successful outcome in a classroom. നമുക്കൊരു ക്ലാസ് റൂം എൻവയോൺമെന്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടാനായിട്ട് എങ്ങനെയാണ് ഈ ഒരു കൊഗ്നിഷൻ, അതുപോലെ കോണ്ടന്റ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്മ്യൂണിറ്റി, ഈ എല്ലാ കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ഔട്ട്കം ക്ലാസ് റൂമിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കോണ്ടന്റ്. ലേണിംഗ് കോണ്ടന്റ് സക്സസ്ഫുള്ളി. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് വളരെ എന്താ പറയാ, വ്യക്തമായിട്ട് പഠിക്കുക അല്ലെ. വളരെ വ്യക്തമായിട്ട് ഭാഷയുടെ സഹായത്തോടു കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പഠിക്കാം. സെക്കൻഡ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. ദേ സ്റ്റഡി കമ്മ്യൂണിക്കേഷൻ ത്രൂ ലാംഗ്വേജ് ലേണിംഗ്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രാമർ സൈഡ്, അതിന്റെ വൊക്കാബുലറി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കും. അതിലൂടെ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് കൊഗ്നിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, allow students to improve their cognition. നമ്മുടെ കൊഗ്നിറ്റീവ് സ്കിൽസ്, നമ്മുടെ ലോജിസ്റ്റിക് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം ഇതിലൂടെ ഈ ലാംഗ്വേജ് ലേണിംഗിലൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും. Next is culture. By studying international language, they understand international curriculum. ഇപ്പൊ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അറബിക് അങ്ങനെയൊക്കെയാണ് അല്ലെ. പുറമേയുള്ള സ്കൂളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ഇന്റർനാഷണൽ സ്കൂളുകളിലും ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്. ജർമ്മൻ, ചൈനീസ്, ഫ്രഞ്ച് ഇതെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ. സോ ഇത്തരം ഇന്റർനാഷണൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നതിലൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു ഇന്റർനാഷണൽ കൾച്ചറിനെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. സോ ഇത്തരം സെക്കൻഡ് ലാംഗ്വേജിന്റെ അക്വസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരുപാട് കൾച്ചറിനെ മനസ്സിലാക്കാനും കമ്മ്യൂണിറ്റിനെ മനസ്സിലാക്കാനും സാധിക്കും. നെക്സ്റ്റ് ഇസ് ഹൗ ടു യൂസ് ദ 4Cs പ്ലാനിംഗ് ഗൈഡ്. ഈ 4C പ്ലാനിംഗ് ഗൈഡിനെ എങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. 4 പോയിന്റ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ്
സ്റ്റാർട്ട് വിത്ത് ദ കോണ്ടന്റ്. നമുക്ക് എപ്പോഴും എന്താണ് വ്യക്തമായിട്ടൊരു ടീച്ചിങ് ഒബ്ജക്റ്റീവ് വേണം, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു എയിം വേണം അല്ലെ. എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഓൾറെഡി നമുക്ക് ആദ്യം വേണം. നെക്സ്റ്റ് ലിങ്ക് ദ കോണ്ടന്റ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. അടുത്ത നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടന്റിനെ നമ്മൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ലാംഗ്വേജുമായിട്ട് ലിങ്ക് ചെയ്യും. നമ്മൾ ഗ്രാമർ പ്രോപ്പർ ആയിട്ട് പഠിക്കണം, വൊക്കാബുലറി പ്രോപ്പർ ആയിട്ട് പഠിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ആണ് പ്രധാനമായിട്ടും വരിക. അപ്പൊ അത് ഒന്നും കൂടെ പ്രൊഫിഷ്യന്റ് അല്ലെങ്കിൽ ഒന്നും കൂടെ എന്താ പറയാ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് പ്രാക്ടീസ് കൊടുക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുന്നതിലൂടെ ലാംഗ്വേജിൽ കുറച്ചും കൂടെ അവർ പ്രൊഫിഷ്യന്റ് ആയിട്ട് മാറും. Next, third one is explore thinking skills. Ensure chances for decision making, critical thinking, higher order thinking, etc. നമ്മൾ എപ്പോഴും ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു കാര്യമാണത് അല്ലെ. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ നടത്താന്നല്ലാതെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് തിരിച്ച് ക്ലാസ് റൂമിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവരുടെ തിങ്കിങ് സ്കിൽസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ആസ് ടീച്ചേഴ്സ് നമ്മൾ കൊടുക്കണം. ഡിസിഷൻ മേക്കിംഗ് ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഹയർ ഓർഡർ തിങ്കിങ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഇൻസൈഡ് ക്ലാസ് റൂം അവർക്ക് ഒരുക്കി കൊടുക്കണം. ഫോർത്ത് വൺ ഇസ് കണക്ട് കൾച്ചർ ത്രൂ ദ ടോപ്പിക്. നമ്മൾ എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും എന്താണ് അതിലൂടെ നമ്മളെ കൾച്ചറിനെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം അല്ലെ. നമ്മൾ ജസ്റ്റ് ഒരുപാട് സബ്ജക്ട് പഠിക്കുക എന്നുള്ളതിലുപരി കുറച്ച് മോറൽ വാല്യൂസ് നമ്മുടെ കുട്ടികളിൽ ഇൻജെക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു എന്താ പറയാ എഡ്യൂക്കേഷനെ കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. സോ ഓൾവേസ് കൾച്ചറിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടെ CLIL നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. ഇതിന്റെ ഫുൾ ഫോം ഇസ് വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൽ രണ്ട് കോണ്ടന്റ് ആണ് വരുന്നത്, ലൈക്ക് രണ്ട് ടേംസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ CLIL, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സബ്ജക്റ്റിനെയും ലാംഗ്വേജിനെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ലേണിംഗ് ആണ് CLIL. നെക്സ്റ്റ് വൺ CBI, കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അതിന്റെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. ഇനി ഈ ഒരു CLIL എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡേവിഡ് മാഷാണ് കേട്ടോ. ഡേവിഡ് മാഷാണ്. അക്കോർഡിംഗ് ടു ഹിം, സബ്ജക്ട്സ് ആർ ടോട്ട് ത്രൂ എ ഫോറിൻ ലാംഗ്വേജ് വിത്ത് ഡുവൽ എയിംസ്. നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും നമ്മൾ അതൊരു ഫോറിൻ ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടി വേണം പഠിപ്പിക്കാൻ. ഇവിടെ ഫോറിൻ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, അറബിക് ആവാം, ഉറുദു, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന എല്ലാ സെക്കൻഡ് ലാംഗ്വേജിനെയാണ് ഈ ഫോറിൻ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സബ്ജക്ട്സ്, ഏത് സബ്ജക്ട്സ് പഠിപ്പിക്കുമ്പോഴും നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടിയാണ് പഠിപ്പിക്കേണ്ടത് വിത്ത് ഡുവൽ എയിംസ്. നമുക്ക് ഒരു എയിം മാത്രമായിരിക്കില്ല അല്ലെ. സബ്ജക്ട് പഠിക്കണം, അതിന്റെ കൂടെ കുട്ടി ഒരു സെക്കൻഡ് ലാംഗ്വേജ് കൂടെ പഠിക്കണം. അതാണ് ഡുവൽ എയിം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ലേൺ ദ സബ്ജക്ട്, സെക്കൻഡ് വൺ ഇസ് ലേൺ ദ ഫോറിൻ ലാംഗ്വേജ്. Foreign language is used as a tool in the learning of non-language subjects. ഭാഷയില്ലാത്ത ഒരുപാട് സബ്ജക്ട്സ്, ഇപ്പൊ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കും, ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇതെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ഇല്ല. അപ്പൊ ഈ ലാംഗ്വേജ്, ഈ ഒരു സബ്ജക്ട് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ ഒരു നോൺ ലാംഗ്വേജ് സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം ഭാഷയില്ലാത്ത പല ലാംഗ്വേജസും പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി CLIL ആസ് എ മെത്തഡോളജി ഓഫ് ടീച്ചിങ്. ഇനി CLIL ടീച്ചിങ് മെത്തഡോളജിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു നോട്ട് ദ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് വിത്ത് സബ്ജക്ട് ടെക്സ്റ്റ് ബുക്സ്. സബ്ജക്ട് പഠിക്കുന്നതിലൂടെ ലാംഗ്വേജിന്റെ പല എലമെന്റ്സും പഠിക്കാനും മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിക്കും. എൻകറേജ് ദ ലേണേഴ്സ് ടു ഐഡന്റിഫൈ ലാംഗ്വേജ് ഡ്യൂറിങ് കോണ്ടന്റ് റീഡിങ്. നമ്മളൊരു കോണ്ടന്റ് റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ലാംഗ്വേജിനെ ഐഡന്റിഫൈ ചെയ്യാനും ലേണർക്ക് ഇവിടെ സാധിക്കും. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ലാംഗ്വേജ് അക്വസിഷൻ. നമ്മളൊരു സബ്ജക്ട് പഠിക്കുന്നതിലൂടെ നമ്മളൊരു ലാംഗ്വേജ് കൂടെ എന്താണ് അക്വയർ ചെയ്യാണ്, നമ്മൾ പഠിച്ചെടുക്കുകയാണ് അല്ലെ. ലാംഗ്വേജ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ അക്കാഡമിക് കോണ്ടന്റ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. The prevalence of content related vocabulary, language is used for explanation, discussion and writing about the content. നമ്മൾ എന്തൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ അല്ലെങ്കിൽ കോണ്ടന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും അത് റൈറ്റ് ചെയ്യാനും എല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്.
ലാംഗ്വേജ് ഈസ് ഫോർ ഡെവലപ്പിംഗ് കോഗ്നിറ്റീവ് സ്കിൽസ്. ഇത്തരം കുട്ടികളിൽ ഉണ്ടാവുന്ന പല സ്കിൽസിനെയും ഡെവലപ്പ് ചെയ്യാൻ ലാംഗ്വേജ് സഹായിക്കുന്നു. ലാംഗ്വേജ് ഫോർ ഡെവലപ്പിംഗ് സ്കിൽസ് ദാറ്റ് ഇസ് ഫൈൻഡിങ്, ഇന്റർപ്രറ്റിംഗ്, അനലൈസിംഗ്, കാറ്റഗറൈസിംഗ് ദ ഇൻഫോർമേഷൻ. കുട്ടികളിൽ പലതരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനും ആ ഡാറ്റാനെ ഇന്റർപ്രേറ്റ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്ത് അതിനൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലോട്ട് എത്താനും എല്ലാം ഭാഷയുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികൾക്ക് സാധിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ലാംഗ്വേജ് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ടു ബ്രൗസ് ദ കണ്ടന്റ്. നമുക്ക് ആ ഒരു കണ്ടന്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഇനി അതിന്റെ ഒരു ഹയർ ലെവലിൽ നമുക്ക് ബ്രൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് ലേണിങ്ങിനൊക്കെ സഹായിക്കുന്നതും എല്ലാം എന്താണ്, ലാംഗ്വേജ് ആണ്. ബൈ യൂസിങ് CLIL, കീപ് ഇൻ മൈൻഡ്, ഇനി നമ്മൾ CLIL യൂസ് ചെയ്യുന്ന സമയത്ത് 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ലിസണിങ് ഈസ് യൂഷ്വലി ആൻ ഇൻപുട്ട് ആക്ടിവിറ്റി വൈറ്റൽ ഫോർ ലാംഗ്വേജ് ലേണിംഗ്. നമ്മൾ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ് അല്ലെ. അതൊരു ഇൻപുട്ട് ആക്ടിവിറ്റി ആണ്, ഇൻടേക്ക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ലിസൺ ചെയ്യണം. ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ മുന്നേ. Okay, so listening is very important. Second one is reading using meaningful content as the chief source of input. റീഡിങ് നമ്മൾ എന്തും അക്വയർ ചെയ്യുന്നത് എന്താണ്, ലിസണിങ്ങിലൂടെയും റീഡിങ്ങിലൂടെയാണ് കേട്ടോ. നമ്മളെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത് ഇവ രണ്ടുമാണ്. സോ നമ്മൾ വളരെ അർത്ഥവത്തായിട്ടുള്ള പല കാര്യങ്ങളും വായിക്കുക, മനസ്സിലാക്കുക. കൂടുതലായിട്ട് വായനയിലൂടെയാണ് നമുക്ക് ഒരുപാട് ഇൻപുട്ട് സോഴ്സ് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഫോക്കസസ് പ്രൈമറിലി ഓൺ ഫ്ലുവൻസി റാദർ ദാൻ അക്യുറസി. നമ്മൾ എന്തിനാ സ്പീക്ക് ചെയ്യുന്നത്, ഫ്ലുവന്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് ഏതൊരു ഭാഷയിലും ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, സ്പീക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ മദർ ടങ് എന്താണ്, മലയാളമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ പാരന്റ്സിൽ നിന്നും കേട്ട്, നമ്മുടെ നൈബേഴ്സിൽ നിന്നും ഫാമിലി മെമ്പേഴ്സ് എല്ലാം സംസാരിക്കുന്നത് കേട്ട് പഠിച്ച് നമ്മൾ എന്താണ്, നമ്മൾ സ്പീക്കിങ്ങിൽ വളരെ ഫ്ലുവന്റ് ആയിട്ട് പറയുന്നു. സോ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, പ്രത്യേകിച്ച് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ. നെക്സ്റ്റ് ഇസ് റൈറ്റിംഗ് എ സീരീസ് ഓഫ് ലെക്സിക്കൽ ആക്ടിവിറ്റീസ് ത്രൂ വിച്ച് ഗ്രാമർ ഇസ് റീസൈക്കിൾഡ്. റൈറ്റിംഗും എന്താണ്, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ ലെക്സിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിസണിങ്ങും റീഡിങ്ങും ആണ്. ലിസണിങ് റീഡിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താണ്, റൈറ്റിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുക. അപ്പൊ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്രാമർ പാർട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കോണ്ടന്റ് നമ്മൾ എന്താ പറയാ, സബ്ജക്റ്റിനെയും ലാംഗ്വേജിനെ കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ബാക്കി സബ്ജക്ട് മാറ്ററിനെയും അത് സഹായിക്കുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് CLIL. CLIL ഇനി പലതരത്തിലുണ്ട് കേട്ടോ. സോ അക്കോർഡിംഗ് ടു ബെന്റ്ലി, 2 എക്സ്പേർട്സ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു ബെന്റ്ലി. ബെന്റ്ലി CLIL ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് സോഫ്റ്റ് CLIL, സെക്കൻഡ് വൺ ഈസ് ഹാർഡ് CLIL, തേർഡ് വൺ ഈസ് മോഡുലാർ CLIL. ഇതിൽ ഫസ്റ്റ് വൺ ആണ് സോഫ്റ്റ് CLIL എന്ന് പറയുന്നത്. സം കോണ്ടന്റ് ടോപ്പിക്സ് ആർ ടോട്ട് ഡ്യൂറിങ് എ ലാംഗ്വേജ് പീരിയഡ്. ഈ സോഫ്റ്റ് CLIL നമ്മുടെ സബ്ജക്ട് ടോപ്പിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ് കേട്ടോ. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് പീരിയഡിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ കുറച്ച് കോണ്ടന്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട് ടോപ്പിക്സും കൂടെ പഠിക്കും. സോ സബ്ജക്ട് ടോപ്പിക്സിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് കുറവാണ് സോഫ്റ്റ് CLIL. നെക്സ്റ്റ് വൺ ഇസ് ഹാർഡ് CLIL. ഹാർഡ് CLIL എന്ന് പറയുമ്പോൾ 50% ഓഫ് ദ ടൈം വാസ് അലക്കേറ്റഡ് ഫോർ കരിക്കുലം. ഇവിടെ ഹാഫ് ആണ് കേട്ടോ. 50% സബ്ജക്ട് മാറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ബാക്കി 50% കരിക്കുലത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടെ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി ഹാർഡ് CLIL ആയപ്പോ. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് മോഡുലാർ CLIL. സബ്ജക്ട് ടീച്ചേഴ്സ് സെലക്ട് ടോപ്പിക്സ് ഫ്രം ദ സബ്ജക്ട് സിലബസ് വിച്ച് ദേ ടീച്ച് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. ഇവിടെ സബ്ജക്ട് കോണ്ടന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കുട്ടികളിൽ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി സബ്ജക്ട് ടീച്ചേഴ്സ് സിലബസ് നോക്കി അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. സോ 3 ക്ലാസിഫിക്കേഷൻ ആണ്.
ഫസ്റ്റ് വണ്ണിൽ സബ്ജക്ട് കോണ്ടന്റിന് വളരെ ഇമ്പോർട്ടൻസ് കുറവായിരുന്നു. ഹാർഡ് CLI ആയപ്പോൾ 50% ഇമ്പോർട്ടൻസ് കൂടി. മൊഡുലാർ CLIയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സബ്ജക്ട് മാറ്ററിനാണ് കേട്ടോ. സോ ദിസ് ഇസ് 3 ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബെന്റ്ലി. ഇനി അക്കോർഡിംഗ് ടു ഡേവിസും ഇതിനെ 3 മോഡൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഷെയർഡ് മോഡൽ, അതായത് ഒരു ഷെയറിംഗ് ഉണ്ട്. ലാംഗ്വേജ് ടീച്ചറും അതുപോലെ തന്നെ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റും തമ്മിൽ ഒരുമിച്ച് ഒരു ധാരണയിലാണ് അവരൊരു എന്താ പറയുക ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഒരു ഷെയറിംഗ് ആയിട്ടാണ് അവർ ടുഗെദർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. That is shared model. Next one is adjunct model. A language teacher prepares classes. Adjunct model എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ടീച്ചർ ആണ് ക്ലാസ്സുകൾ എല്ലാം പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന അറബി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവരാണ് എല്ലാ ക്ലാസ്സുകളും പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് തീം ബേസ്ഡ് മോഡൽ. തീം ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? എ ടീച്ചർ ടീച്ചേഴ്സ് ഓൺ ഹിസ് ഓൺ ടു ഓപ്പൺ ആൻഡ് കൺസ്ട്രക്ട് അപ്പോൺ ദ സ്റ്റുഡൻസ് ഓൺ ഇൻട്രസ്റ്റ്. കുട്ടികളുടെ താല്പര്യം എന്താണോ അത് മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, തീം ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. സോ CLILനെ 2 എക്സ്പേർട്സും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ബെന്റ്ലി സോഫ്റ്റ് ഹാർഡ് മോഡുലാർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അക്കോർഡിംഗ് ടു ഡേവിസ് അത് ഷെയർഡ് മോഡൽ, അഡ്ജങ്ക്ട് മോഡൽ ആൻഡ് തീം ബേസ്ഡ് മോഡൽ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. വൺ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലേണിംഗ് ടൈപ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് ക്ലാസ് റൂമിൽ എന്തൊക്കെ ലേണിംഗ് ടൈപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ് റൂം ഇൻസൈഡ് ക്ലാസ് റൂം കൊണ്ടുവരാ എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് കോൺസെൻട്രേറ്റ്സ് മോർ ഓൺ ഇൻക്രീസിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് അവയർനെസ്, content knowledge, language skills and cognitive skills through content knowledge. ഇതില് ഏറ്റവും കൂടുതൽ ഇപ്പൊ ലേണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ററാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് കുട്ടികളുമായിട്ട് മോർ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ക്ലാസ് റൂമിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് എപ്പോഴും വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതിലൂടെ നമുക്ക് അവരുടെ കോണ്ടന്റ് നോളേജും ലാംഗ്വേജ് സ്കിൽസ് മറ്റ് കൊഗ്നിറ്റീവ് സ്കിൽസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ ഒരു ചാൻസ് ക്ലാസ് റൂമിൽ നമ്മൾ കൊണ്ടുവരാം. Next is interactive methodology enable students to explore the content and acquire language ability. അപ്പൊ ഈ ഒരു ഇന്ററാക്ഷൻ മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ കോണ്ടന്റും കുട്ടികൾക്ക് വളരെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ ലാംഗ്വേജ് എബിലിറ്റിയും അവർക്ക് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് അഡോപ്റ്റ് ടീച്ചിങ് സ്ട്രാറ്റജീസ് സച്ച് ആസ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക അല്ലെ. നമ്മൾ ഒരു വൺ വേ ടൈപ്പ് യൂസ് ചെയ്യാതെ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പഠിപ്പിക്കുക, അവർക്ക് അസൈൻമെന്റ് കൊടുക്കുക, പ്രൊജക്ട് കൊടുക്കുക. ക്ലാസ് റൂംസിൽ പലതരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ പെയർ ആക്ടിവിറ്റി, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ക്ലാസ് റൂംസിൽ ക്യൂസ് കണ്ടക്ട് ചെയ്യുക. ഇതിനെല്ലാം എന്ത് ചെയ്യും, ഇതെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. സോ ക്ലാസ് റൂമിൽ എപ്പോഴും അവരുടെ പഠനത്തിനെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് ഇത്തരം നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് what are the benefits of CLIL approach in classroom teaching? നമ്മൾ ഈ ഒരു CLIL അപ്രോച്ചിന് ക്ലാസ് റൂം ടീച്ചിങ്ങിൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഈ 4 പോയിന്റ്സ്, അതായത് അഡ്വാൻറ്റേജ് ആയിട്ടാണ് കേട്ടോ 4 പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മൾ എന്ത് ലാംഗ്വേജ് ആണോ പഠിക്കുന്നത് അതിന് നമുക്ക് വളരെ ഡീപ്പർ ആയിട്ട് പഠിക്കാൻ സാധിക്കും. സെക്കൻഡ് വൺ ഇസ് മാസ്റ്ററി ഇൻ സബ്ജക്ട് കോണ്ടന്റ്. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് സബ്ജക്ട് കോണ്ടന്റിലും ഒരു മാസ്റ്ററി നേടാൻ സാധിക്കും. അതിലുപരി അതിനോടൊപ്പം തന്നെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അതാണ് ഈ ഒരു കോണ്ടന്റ് ലാംഗ്വേജ് ഇന്റഗ്രേഷന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻസ്. രണ്ടും നമുക്ക് ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ്ഡ് സോഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസും അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസും ഇതിലൂടെ ഡെവലപ്പ് ചെയ്യും. എ സ്ട്രോങ് ആൻഡ് മോർ ഫ്ലെക്സിബിൾ ബ്രെയിൻ.
നമ്മൾ കോണ്ടന്റ് പഠിക്കും, അതിലൂടെ നമ്മൾ ലാംഗ്വേജ് പഠിക്കും. അപ്പൊ അവരുടെ കുട്ടികളുടെ ബ്രെയിൻ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവും, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും. പല കാര്യങ്ങളും മാറി മാറി പഠിക്കുകയല്ലേ, അപ്പൊ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും. അപ്പൊ ഇതാണ് 4 ബെനിഫിറ്റ്സ്. 4 ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 16 എണ്ണമാണ് കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 4 അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ 16 ഡിസഡ്വാൻറ്റേജ് ആണ് CLIL അപ്രോച്ചിനെ നമ്മൾ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് ഈ 16 ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ടെർമിനോളജി ഓഫ് ദ കോണ്ടന്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്, മോർ ടൈം ടു ബി ടേക്കൺ ടു ദ ടീച്ചിങ് ഓഫ് വൊക്കാബുലറി. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ ലാംഗ്വേജിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴേ കുട്ടികൾക്ക് കോണ്ടന്റ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യാണ്, അവർക്ക് നമുക്ക് ഒരുപാട് സമയം ചിലപ്പോൾ ക്ലാസ് റൂമിൽ എടുക്കേണ്ടി വരും. കാരണം സബ്ജക്ട് പഠിക്കണമെങ്കിൽ ലാംഗ്വേജ് വേണം. അപ്പൊ ലാംഗ്വേജിൽ അത്രത്തോളം ഒരു ബേസ് ഇല്ലാത്തൊരു കുട്ടിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടിക്ക് വൊക്കാബുലറി പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം പിന്നെ നമുക്ക് സബ്ജക്റ്റിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്, അത് കുറച്ച് കുട്ടികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. Okay, next is it is difficult to get the right balance between the focus of content and language. ഞാൻ സബ്ജക്ട് പഠിക്കണോ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ കുട്ടികളിൽ ഉണ്ടാവും. ആ ഒരു റൈറ്റ് ഫോക്കസ് രണ്ടിനും ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. Next one is the inadequate CLIL materials and resources can be a serious problem in the preparation of lesson plan. നമ്മൾ ടീച്ചേഴ്സ് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് CLIL മെറ്റീരിയൽസോ അതുപോലെ തന്നെ റിസോഴ്സസോ അഡിക്വേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അതിന് വേണ്ട നമുക്ക് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് അത് ക്ലാസ് റൂമിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു സെലക്ട് സ്യൂട്ടബിൾ കോണ്ടന്റ്. ഏത് കോണ്ടന്റ് ആണ് കുട്ടികളിൽ വളരെ വ്യക്തമായിട്ട് എത്തുക, വളരെ പെട്ടെന്ന് എത്തുക എന്നുള്ളത് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. നെക്സ്റ്റ്, CLIL അപ്രോച്ച് ലാക്സ് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് ഇൻ L2. L2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഒരു ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് CLIL അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നെക്സ്റ്റ്, ലാംഗ്വേജ് ഇസ് ലേൺ ലെക്സിക്കലി റാദർ ദാൻ ഗ്രാമറ്റിക്കലി. ലെക്സിക്കലി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റീഡിങ് ആൻഡ് റൈറ്റിംഗിനെയാണ് നമ്മൾ എന്ത് പറയുക ലെക്സിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ കുറച്ചുകൂടെ ലെക്സിക്കലി ആണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഗ്രാമറ്റിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് അതിൽ റീഡിങ്ങിനും അതുപോലെ തന്നെ ലിസണിങ് റീഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതിൽ കാണുന്നത്. സ്റ്റുഡൻസ് മേ ഫൈൻഡ് CLIL is not explicitly focused on language. ഒരു സോഷ്യൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് SS പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണ്ടേ. അപ്പൊ ആ ഒരു പഠിപ്പിക്കുന്ന ടീച്ചർക്ക് തന്നെ ലാംഗ്വേജ് നോളേജ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഇസ് ടൈം കൺസ്യൂമിങ്. നമ്മൾ പറഞ്ഞു ഈ ടീച്ചർക്ക് എന്തൊക്കെ വേണം, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും വേണം, അതുപോലെ സബ്ജക്ട് നോളേജും വേണം. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചെടുത്ത് വീണ്ടും നമ്മളെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണത്. നെക്സ്റ്റ് ഇസ് കോംപ്ലക്സിറ്റി ഇൻ ദ കോണ്ടന്റ് മേ ലീഡ് ടു യൂസ് ഓഫ് മദർ ടങ് ഇൻ ദ ലാംഗ്വേജ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ പഠിപ്പിക്കുന്ന കോണ്ടന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ മേ ബി കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ലാത്ത ചില ടോപ്പിക്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം ടോപ്പിക്സ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് മേ ബി ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എപ്പോഴും നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്ട്സ് ആണ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ മദർ ടങ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാന്നുള്ളൊരു ധാരണ അവർക്ക് വരും. സോ കോംപ്ലക്സ് ആയിട്ടുള്ള കോണ്ടന്റ് വരികയാണെങ്കിൽ മേ ബി ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ മദർ ടങ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ഇന്റലക്ച്വൽ ഇൻവോൾവ്മെന്റ്. ഇത് രണ്ട് കാര്യം ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. അപ്പോ ഇന്റലക്ച്വൽ ഇൻവോൾവ്മെന്റ് കൂടുതലാണ്, മേ ബി കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അസസ്മെന്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് അസസ്മെന്റ് വളരെ ഡിഫിക്കൽട്ട് ആവാം മേ ബി ഈ CLIL യൂസ് ചെയ്യുമ്പോൾ. നീഡ് സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനും എന്താണ് വ്യക്തമായിട്ടുള്ള
ട്രെയിനിങ്സ് കൊടുക്കണം. എങ്കിൽ മാത്രമേ CLIL വളരെ എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഡസ് നോട്ട് മോട്ടിവേറ്റ് ഓൾ സ്റ്റുഡൻസ് ടു ലേൺ എ സെക്കൻഡ് ലാംഗ്വേജ്. എല്ലാ കുട്ടികൾക്കും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ താല്പര്യം ഇല്ലാത്ത കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാ കുട്ടികൾക്കും ഈ ഒരു താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് മോസ്റ്റ്ലി ഇംപ്ലിമെന്റഡ് ഇൻ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് ദ ലേണേഴ്സ് ഡു നോട്ട് റിക്വയർ ടു ബി പ്രൊഫിഷ്യന്റ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു CLIL അപ്രോച്ച് സെക്കൻഡറി സ്കൂൾസിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് ഹയർ ലെവലിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രൈമറിയിൽ വല്ലാതെ യൂസ് ചെയ്യാറില്ല. കാരണം പ്രൈമറി ലെവൽസിൽ നമ്മൾ കുറച്ചും കൂടെ കുട്ടികൾക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട് മദർ ടങ് എല്ലാം കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. സോ സെക്കൻഡറി സ്കൂളിലാണ് കൂടുതൽ CLIL ഇംപ്ലിമെന്റ് ചെയ്യുക. അവിടെ സെക്കൻഡ് ലാംഗ്വേജിൽ അത്ര പ്രൊഫിഷ്യൻസി വേണം എന്നൊന്നുമില്ല. സെക്കൻഡറി സ്കൂളാകുമ്പോൾ എപ്പോഴും അവിടെ മാർക്കിനാണ് ഇമ്പോർട്ടൻസ്, സബ്ജക്ട് നോളജിനാണ് ഇമ്പോർട്ടൻസ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിക്ക് അവിടെ ഇമ്പോർട്ടൻസ് സെക്കൻഡറി സ്കൂളിൽ കുറവാണ്. നെക്സ്റ്റ് ദർ ഇസ് നോ ക്ലിയർ റെഫറൻസ് ടു ടീച്ച് എനി സ്പെസിഫിക് സബ്ജക്ട്. അതായത് പെർട്ടിക്കുലർലി ഏതൊക്കെ സബ്ജക്ട്സ് പഠിപ്പിക്കണം എന്നുള്ള ഒരു ക്ലിയർ റെഫറൻസ് ഒന്നും ഈ CLIL കൊടുത്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജ് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇത്രയും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ ഷോർട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും എല്ലാവരും നോക്കിക്കൊള്ളണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് CLIL അപ്രോച്ച് ഇൻ ദ ക്ലാസ് റൂം ടീച്ചിങ്. നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. നമ്മുടെ CLIL ടോപ്പിക് ഇതോടുകൂടെ അവസാനിച്ചു കേട്ടോ. കോണ്ടന്റ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് അവിടെ അവസാനിച്ചു. നെക്സ്റ്റ് നമ്മൾ ഒരു പുതിയ കാര്യത്തിലോട്ട് കടക്കാൻ പോവാണ്. NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ടേം? സ്കൂളില് പഠിപ്പിക്കുന്നതോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ നമ്മുടെ കൂട്ടത്തില്? NCFനെ കുറിച്ചിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും അറിവുണ്ടോ? എനി ഐഡിയ? എനിവൺ? കേട്ടിട്ടുണ്ട് മാം, ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്, ശരിയാണ്. NCFന് ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പല ട്രെയിനിങ് കോഴ്സസിലും കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇനി സ്കൂളിൽ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ സ്കൂൾസ് നമുക്ക് തരുന്ന പല ട്രെയിനിങ് സെഷൻസ് ഉണ്ടായിരിക്കും. അതിലും പ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ് NCF എന്ന് പറയുന്നത്. NCF ഇല്ലാത്തൊരു എഡ്യൂക്കേഷൻ ഇപ്പൊ നമുക്കില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പൊ NCERT NCEFന് കൊടുക്കുന്നുണ്ട്. സോ ഇത് പബ്ലിഷ് ചെയ്തത് NCERT ആണ് കേട്ടോ. NCERT ആണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പബ്ലിഷ് ചെയ്തത് ആദ്യം 1975 പിന്നെ 1988 അത് റിവൈസ് ചെയ്ത് വന്നു. 2000 വീണ്ടും റിവൈസ് ചെയ്ത് വന്നു. 2005 റിവൈസ് ചെയ്ത് വന്നു. ഇപ്പൊ വീണ്ടും നിങ്ങൾ പഠിക്കുന്നത് 2005 NCF ആയിരിക്കും. പക്ഷെ കറന്റ്ലി ഇപ്പോ നമ്മുടെ NCF എന്ന് പറയുന്നത് 2021 ഓൾറെഡി ഒന്നുകൂടെ റീഫോം ചെയ്ത് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ 2005 NCFന്റെ കാര്യം ഗോൾസ് ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്രെയിംവർക്ക് ഫോർ മേക്കിംഗ് സിലബസ്, ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടീച്ചിങ് പ്രാക്ടീസ്. നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്തൊക്കെ ടീച്ചിങ് പ്രാക്ടീസസ് ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം, നമ്മുടെ സിലബസ് എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം ഫ്രെയിം ചെയ്യുന്നത് NCF ആണ്. ഓക്കെ, സോ NCF 2005 ചെയർമാൻ എന്ന് പറയുന്ന പ്രൊഫസർ യശ്പാൽ ആണ് കേട്ടോ. NCFന് 5 ഡിവിഷൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫസ്റ്റ് ഡിവിഷൻ ഈസ് പെർസ്പെക്റ്റീവ് ഓഫ് NCF. എന്താണ് NCFന്റെ കാഴ്ചപ്പാടുകൾ, അതാണ് ഫസ്റ്റ് ഡിവിഷൻ. സെക്കൻഡ് വൺ ഈസ് ലേണിംഗ് ആൻഡ് നോളേജ്. നമ്മുടെ പഠനത്തിനും അതുപോലെ തന്നെ നമ്മുടെ നോളേജിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് കരിക്കുലാർ ഏരിയ, സ്കൂൾ സ്റ്റേജസ് ആൻഡ് അസസ്മെന്റ്. നമ്മുടെ സ്കൂളിൽ വേറെ എന്തൊക്കെ കരിക്കുലാർ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം, സ്കൂളിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജ്. ഇപ്പൊ നമുക്കറിയാം പ്രൈമറി ലെവൽ ലൈക്ക് ഗ്രേഡ് 1, 2, 3 ഒക്കെ പ്രൈമറി ആണ്. പിന്നെ സെക്കൻഡറി ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ, സീനിയർ സെക്കൻഡറി ലെവൽ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ സ്കൂൾ സ്റ്റേജസ് എങ്ങനെയൊക്കെയാവണം, അസസ്മെന്റ് പ്രാക്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് തേർഡ് ഡിവിഷനിൽ പറയുന്നത്. ഫോർത്ത് വൺ ഈസ് സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ്. നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ക്ലാസ് റൂം എൻവയോൺമെന്റ് എത്രത്തോളം അടിപൊളിയാവണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഫോർത്ത് ഡിവിഷനിൽ പറയുന്നത്. ഫൈനലി ദ ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് റിഫോംസ്. സിസ്റ്റമാറ്റിക് റിഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയെ നമ്മൾ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. NCF ഇത് 5 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ NCF ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ടോപ്പിക്
1 second, എന്റെ സ്ലൈഡ് കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. Okay. What are the basic principles of NCF 2005? NCF 2005 in the basic principles എന്തൊക്കെയാന്നുള്ളത് നോക്കാം ട്ടോ. First one is connecting the knowledge to life outside the school. നമ്മുടെ ഒരു പണ്ടത്തെ അല്ലെങ്കിൽ ഒരു പഴയ പഠന രീതി മാറി സ്കൂൾ ലൈഫിനെ നമ്മുടെ സ്കൂളിൽ നമ്മൾക്ക് കിട്ടുന്ന നോളേജിനെ ഔട്ട്സൈഡ് ലൈഫുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് NCF വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സെക്കൻഡ് വൺ is ensuring that learning is shifted away from rote methods. നമ്മളെ കാണാപാഠം പഠിക്കുക അല്ലെ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ലേ, കാണാപാഠം പഠിക്കുക, അത് കൊണ്ടുപോയി എക്സാമിൽ കൊണ്ടുപോയി നമ്മൾ എന്താണ് ശ്രദ്ധിക്കുക, ആ ഒരു മെത്തേഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ലേണിങ്ങിനെ കുറച്ചും കൂടെ ക്വാളിറ്റി ആക്കി മാറ്റാനാണ് NCFന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. തേർഡ് വൺ is enriching the curriculum to provide for overall development of children rather than remaining textbook centric. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തക പുഴുവാക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് ആയിട്ട് പഠിക്കുക, അതിൽ നിന്നും മാറി ചിന്തിച്ച് അവർക്കൊരു ഓവറോൾ ഡെവലപ്മെന്റ് കുട്ടിയിൽ ഉണ്ടാവുക, അത്തരം ഒരു കരിക്കുലമാണ് NCF ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. Next is making examinations more flexible and integrating to classroom life. Examinations എല്ലാം എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആക്കുക, കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക, ക്ലാസ് റൂം ലൈഫിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമിനേഷൻ എല്ലാമാണ് NCF ഉദ്ദേശിക്കുന്നത്. Fifth one is nursing and overriding identity informed by caring concerns within the democratic policy of the country. അതായത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ എല്ലാം ക്ലാസ് റൂംസിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ടാവുന്നുണ്ടോ, ക്ലാസ് റൂംസിൽ ഉണ്ടാവുന്നുണ്ടോ, ഇത്തരം ഡെമോക്രാറ്റിക് പോളിസി എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടാവണം നമ്മുടെ സിസ്റ്റം റൺ ചെയ്യുന്നത് എന്നും ഇത് NCFന്റെ പ്രധാനമായിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ്. സോ ഈ ഒരു 5 പ്രിൻസിപ്പിൾ ആണ് ബേസിക് ആയിട്ടും NCFന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ is what are the key goals of NCF 2005. ഇപ്പൊ നമ്മൾ അവരുടെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ഇനി ഇവരുടെ കീ ഗോൾസ് അല്ലെങ്കിൽ ഇവരുടെ എയിം എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ is to promote a wholesome development of the child encompassing the academic, emotional, physical and social aspects. ഒരു കുട്ടീനെ ഓവറോൾ ആയിട്ട് ഡെവലപ്മെന്റിലോട്ട് നയിക്കുക, അതായത് അക്കാഡമിക്കലി ആ കുട്ടി വളരെ ഓക്കെ ആയിരിക്കണം, ഇമോഷണലി ഡെവലപ്ഡ് ആയിരിക്കണം, ഫിസിക്കലി ഡെവലപ്ഡ് ആയിരിക്കണം, സോഷ്യൽ ആസ്പെക്ട്സിലും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഈ എല്ലാ 4 കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കുട്ടിക്ക് വേണ്ടത്. അതാണ് NCF എയിം ചെയ്യുന്നത്. To enable the students to develop intellectual quotient by providing them varied opportunities. കുട്ടികളുടെ മുന്നിൽ ഒരുപാട് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുന്നതിലൂടെ അവരുടെ ഇന്റലക്ച്വൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് NCFന്റെ അടുത്ത പ്രധാനമായിട്ടുള്ള എയിം. To make the environment conducive to quality learning where the students would be encouraged to participate in various activities. കുട്ടികൾക്ക് എന്താണ് ഒരു ക്വാളിറ്റി ലേണിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുട്ടികളെ എൻകറേജ് ചെയ്യുക, ഇതാണ് അവരുടെ മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള എയിം. Next one is to foster creative thinking skills by facilitating different activities and giving the liberty to express individual thoughts within the class. കുട്ടികളുടെ തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻസ്, അവരുടെ ഫീലിങ്സ് എന്താണോ, അവരുടെ ഇമോഷൻസ് എന്താണോ, അതിന് ഒരു പേടിയോ ഇല്ലാതെ ക്ലാസ് റൂംസിൽ തുറന്നു കാണിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനും അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഫോസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് NCFന്റെ അടുത്ത പ്രധാനമായിട്ടുള്ള എയിം. In response to multicultural attributes, the schools must ensure no student is discriminated against based on caste or religion and social status. ഇതിലെല്ലാം പുറമെ, ഇതെല്ലാം നോളേജിന്റെ അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ഇതിനെല്ലാം പുറമെ ഒരു കുട്ടിയും അവരുടെ കാസ്റ്റിന്റെ ബേസിസിലോ അല്ലെങ്കിൽ റിലീജിയന്റെ ബേസിസിലോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് അവര് ലൈക് ഫിനാൻഷ്യലി സൗണ്ട് ആണോ, ഫിനാൻഷ്യലി അവർ ബാക്ക്വേർഡ് ആണോ, ഇതിന്റെ ഒന്നും ഒരു അടിസ്ഥാനവും ഇല്ലാതെ കുട്ടികളെ ഈക്വൽ ആയിട്ട് ഇക്വാളിറ്റി സ്കൂളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് NCFന്റെ അടുത്ത പ്രധാനമായിട്ടുള്ള എയിം. സോ ഇവരുടെ കീ ഗോൾസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഗോൾസ് ആണ് NCFന് ഉള്ളത്. ഇത്തരം NCFന്റെ ഇത്തരം പോളിസി ഒക്കെ കാരണമാണ് സ്കൂളുകളിൽ ഇപ്പൊ നമുക്ക് നല്ലൊരു പഠനം നമുക്ക് നേരിടാൻ സാധിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലെ,
16 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നിയമം എന്ന് പറയുന്നത്. സോ അതെല്ലാം NCF-ന് വളരെ വ്യക്തമായിട്ടുള്ള ഗോളുകൾ ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് എല്ലാ സ്കൂളുകളും ഇംപ്ലിമെന്റ് ചെയ്തേ സാധിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് NCF 2005? നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവരുടെ റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, കുട്ടികളെ ഓവറോൾ ഡെവലപ്മെന്റിലോട്ട് നയിക്കുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഇസ് റീഓറിയന്റേഷൻ ഓഫ് അവർ പെർസെപ്ഷൻ ഓഫ് ലേണേഴ്സ് ആൻഡ് ലേണിംഗ്. അതായത് നമുക്ക് ഓൾറെഡി ഒരു മുൻധാരണയുണ്ട്, പഠനം ലേണിംഗ് എന്താണ്, ലേണേഴ്സ് എന്താണ്. ആ ഒരു മുൻവിധിനെ മാറ്റി തിരുത്തി അല്ലെങ്കിൽ മാറ്റി കുറിച്ച് ഒരു പുതിയ പെർസെപ്ഷൻ കൊണ്ടുവരികയാണ് NCF. Second one is holistic approach in the treatment of learners development and learning. അതായത് കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരുടെ ഡെവലപ്മെന്റും അവരുടെ ലേണിംഗും എല്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെയാവണം എന്നുള്ളതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ NCF-നുണ്ട്. മീറ്റിംഗ് ലേണിംഗ് ഡിസബിലിറ്റി നീഡ്സ് ത്രൂ ഡാറ്റാ ബേസ്ഡ് ആൻഡ് നീഡ് സ്പെസിഫിക് പ്രോഗ്രാംസ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, നമുക്കറിയാം CWS എന്ന് നമ്മൾ പറയാം, ചൈൽഡ് വിത്ത് ലൈക് സ്പെഷ്യൽ നീഡ്സ്, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്. അപ്പൊ അത്തരം സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതെല്ലാം വൺ ഓഫ് ദ റെക്കമെൻഡേഷൻ ആണ്. നെക്സ്റ്റ്, ഫോർത്ത് വൺ is ലേണർ എൻഗേജ്മെന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളേജ് ആൻഡ് ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. കുട്ടികളെ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. ഇതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി, നോളേജിനെ എല്ലാം ഫോസ്റ്റർ ചെയ്യാൻ പറ്റും. ഫിഫ്ത് വൺ is ആക്റ്റീവ് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻഷ്യൽ മോഡ്. അല്ലെ, എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യണം എന്നാണ് ഇപ്പൊ, എക്സ്പീരിയൻഷ്യൽ മോഡാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം അല്ലെ. മോർ ഓവർ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കേട്ട് പഠിക്കുന്നതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടും കേട്ടും എന്താ പറയാ, ലൈക്ക് പ്രോപ്പർ ആയിട്ട് കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഉണ്ടാവണം. Next one is adequate room for voicing children's thinking, curiosity and questions in curricular practices. കുട്ടികൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ടാവണം, അത് കൊടുക്കുക. അത് നമ്മൾ അതിന്റെ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം, അവർക്ക് ചിന്തിക്കാനും അവരെ ക്യൂരിയസ് ആയിട്ട്. ഞാൻ പറയുന്ന കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം മാം, നേരത്തെ കട്ടായി. കട്ടായി? എവിടുന്നാണ് കട്ടായത്? ഞാൻ ഏത് പോയിന്റിലാണ് എത്തിയെന്ന് പറയാവോ? 6th point മാം. 6th പോയിന്റിലെത്തി. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണക്ടിങ് നോളേജ് അക്രോസ് ഡിസിപ്ലിനറി ബൗണ്ടറീസ് ടു പ്രൊവൈഡ് എ ബ്രോഡർ ഫ്രെയിം ഫോർ ഇൻസൈറ്റ്ഫുൾ കൺസ്ട്രക്ഷൻ ഓഫ് നോളേജ്. കുട്ടികളിൽ നമ്മളൊരു നോളേജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള ആ ഒരു ബ്രോഡർ ആ ഒരു ഫ്രെയിം കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ is activities for developing critical perspectives on socio-cultural realities need to find a place in curricular practice. നമ്മൾ എന്ത് പഠിക്കും, നമ്മുടെ കരിക്കുലം എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യോ കൾച്ചറൽ റിയാലിറ്റി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ സൊസൈറ്റി എന്താണെന്നും നമ്മുടെ കൾച്ചർ എന്താണെന്നും നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളിൽ വേണ്ട കുറച്ച് മോറൽ വാല്യൂസും ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പല ആക്ടിവിറ്റീസ് നമ്മൾ ക്ലാസ് റൂംസിൽ കണ്ടക്ട് ചെയ്യണം. Local knowledge and children's experiences are essential components of textbooks and pedagogical practices. നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിനെല്ലാം ഉപരി നമുക്ക് അറിയുന്ന ചില ലോക്കൽ നോളേജ് ഉണ്ടാവും അല്ലെ. ആ ലോക്കൽ നോളേജും കുട്ടികളുടെ എക്സ്പീരിയൻസും കൂടി കൂടുമ്പോഴാണ് നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമാവുകയുള്ളൂ. Next, 10th one is school years are a period of rapid development with changes and shifts in capabilities, attitudes and interest that have implication for choosing and organizing the content and process of knowledge. നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമുക്ക് ഏറ്റവും കൂടുതൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പീരീഡ് ആണ് സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും നമ്മുടെ ഇൻട്രസ്റ്റുകളെല്ലാം വളർന്നു വരുന്നതും അതെല്ലാം നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലാണ്. സോ സ്കൂൾ ഇയർ ഇസ് എ വെരി
റാപ്പിഡ് ലൈക്ക് ഇയർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് ആണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ആർ ദ മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് NCF 2005. Okay. Okay, next topic is curriculum areas, stages of school education and evaluation. ഇത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്, എന്തൊക്കെ കരിക്കുലം ഏരിയാസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും, കാരണം നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഫസ്റ്റ്, ലാംഗ്വേജ് സ്കിൽസ് കട്ട് അക്രോസ് സ്കൂൾ സബ്ജക്ട്സ് ആൻഡ് ഡിസിപ്ലിൻ. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ എന്തൊക്കെയാണ് ലാംഗ്വേജ് സ്കിൽസും അതുപോലെ സ്കൂൾ സബ്ജക്ട്സും പഠിക്കും അല്ലെ. റോൾ ഓഫ് ലാംഗ്വേജ് സ്കിൽസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് നോളേജ്. നമ്മൾ ലാംഗ്വേജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ്. നമുക്കറിയാം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും, മലയാളം പഠിക്കും, നമ്മൾ പലതരത്തിലുള്ള സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. സോ ലാംഗ്വേജ് വൺ ഓഫ് ദ സബ്ജക്ട് ആയിരുന്നു നമ്മളുടെ. എ റിന്യൂഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു ഇംപ്ലിമെന്റ് 3 ലാംഗ്വേജ് ഫോർമുല. അതായത് നമ്മൾ 3 ലാംഗ്വേജ് എങ്കിലും മിനിമം പഠിച്ചിരിക്കണം എന്നാണ്. ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് ലാംഗ്വേജ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ്. നമ്മൾ അങ്ങനെ ഫോറിൻ ലാംഗ്വേജ് എടുക്കാറില്ല. വേറെ പല ഇന്റർനാഷണൽ സ്കൂളുകളിലും 3 ലാംഗ്വേജ് സിസ്റ്റം ഉണ്ട് കേട്ടോ. എൻഷുവർ സക്സസ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പൊ ലാംഗ്വേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ലേൺ ചെയ്യാൻ സാധിക്കണം. അതാണ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദർ ടങ് ഇസ് ദ ബെസ്റ്റ് മീഡിയം ഫോർ ഇൻസ്ട്രക്ഷൻ. നമുക്ക് ഏതൊരു ഇൻസ്ട്രക്ഷനും വളരെ എന്താ പറയാ വ്യക്തമാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ കുട്ടികളിൽ എത്തിക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് മദർ ടങ് ആണ് അല്ലെ, മലയാളം. സോ നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത്. ഇംഗ്ലീഷും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു സബ്ജക്ട് ആയിരുന്നു മാത്തമെറ്റിക്സ് അല്ലെ. മാത്സിൽ നമ്മൾ എന്തൊക്കെയാണ്, മാത്സ് പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ തിങ്കിങ് കപ്പാസിറ്റി, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, റീസണിങ് എബിലിറ്റി ഇതെല്ലാമാണ് അല്ലെ എൻഹാൻസ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാനും തിങ്ക് ചെയ്യാനും എല്ലാം മാത്തമെറ്റിക്സിലൂടെ സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കുട്ടികളിൽ ഉണ്ടാക്കാൻ അല്ലെ. വളരെ ക്യൂരിയസ് ആയിരിക്കും കുട്ടികൾ, ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. പല കാര്യങ്ങളും കുട്ടികളെ സയൻസ് എക്സിബിഷന് വേണ്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ തന്നെ വിചാരിക്കും അവർ എത്ര ബ്രോഡായിട്ട് തിങ്ക് ചെയ്യുന്നുള്ള. അപ്പൊ അവരുടെ തിങ്കിങ് കപ്പാസിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ബിയോണ്ട് ദ ലെവലാണ്. ഓക്കെ, സോ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും സയൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സയൻസ് അല്ലെ. ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, സിവിക്സ് ഇതൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? അതാണ് സോഷ്യൽ സയൻസ്. എക്യൂപ്പിംഗ് ചിൽഡ്രൻ വിത്ത് മോറൽ ആൻഡ് മെന്റൽ എനർജി ആൻഡ് പ്രൊവൈഡ് എബിലിറ്റി ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് റിഫ്ലക്ട് ക്രിട്ടിക്കലി. നമുക്ക് എപ്പോഴും നമ്മളിൽ ഒരു മോറൽ വാല്യൂസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും അതിനെ റിഫ്ലക്ട് ചെയ്യാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് ലാംഗ്വേജ് ആണ്. സോ ഒരുപാട് മോറൽ വാല്യൂസ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് കിട്ടുന്നത് സോഷ്യൽ സയൻസിലൂടെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ്. ഇതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? കമ്പ്യൂട്ടർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വൺ ഓഫ് ദ സബ്ജക്ട് ആയിരുന്നില്ലേ? യെസ്, നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് റീസണിങ് ആൻഡ് ഹയർ ഓർഡർ സ്കിൽസ്. നമ്മുടെ ഹയർ ഓർഡർ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെ. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പഠിച്ചിരുന്ന ആളുകളാണ് പിന്നീട് അതിന്റെ ഇൻട്രസ്റ്റോടുകൂടെ BCA അല്ലെങ്കിൽ വേറെ പല ബ്രാഞ്ച് എടുക്കുന്നത്. അപ്പൊ അതിലൂടെ അവർ C++, പൈത്തൺ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഒരുപാടുണ്ട്. സോ കമ്പ്യൂട്ടർ നമുക്ക് ഇത്തരം ഹയർ ഓർഡർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സഹായിക്കും. ഇനേബിൾസ് students to access source of knowledge, interpret them and create knowledge, making the students active. നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മൾ എപ്പോഴും വളരെ ആക്റ്റീവ് ആയിരുന്നു അല്ലെ. കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോയിരുന്ന് നമ്മൾ പെയിന്റിങ്ങും പല വേർഡ് ആയിക്കോട്ടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ സ്റ്റുഡൻസ് വളരെ ആക്റ്റീവ് ആയിരിക്കും ഈ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ. പ്രൊമോട്ട് ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് കമ്പ്യൂട്ടർ. പിന്നെ എന്താണ്? ആർട്ട് വരുന്നുണ്ട് അല്ലെ. ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിന്റെ വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആർട്സ് ഇല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലെ? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും സോഷ്യൽ ഡെവലപ്മെന്റിനും ഇക്കോണമിക് ഡെവലപ്മെന്റിനും എല്ലാം എന്താണ്? ആർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആർട്സ് എല്ലാ സ്കൂളുകളും കണ്ടക്ട് ചെയ്യും, സ്പോർട്സ് കണ്ടക്ട് ചെയ്യും. കുട്ടികൾക്ക് പാട്ടാണോ ഡാൻസ് ആണോ അവരുടെ കഴിവ് എന്താണോ അതനുസരിച്ചിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആർട്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് പീസ് ഓറിയന്റഡ് വാല്യൂ ഷുഡ് ബി പ്രൊമോട്ടഡ്. ഇതിനെല്ലാം ഉപരി
സമാധാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ അത്തരം കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. വെരി ഇമ്പോർട്ടന്റ്. സ്കൂളുകളിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഇൻപുട്സ്. തിയററ്റിക്കൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ സാധിക്കും. ടു പ്രൊവൈഡ് ആൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത്, ഡിസീസ്, ആക്സിഡന്റ്സ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള മനസ്സിലാക്കി തരാനും ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ ഡിസീസസ് ഉണ്ട്, ഇതിനെ കുറിച്ചിട്ടെല്ലാം ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഈ ഒരു ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ടു പ്രൊവൈഡ് സ്കിൽസ് ഫോർ ഡീലിംഗ് വിത്ത് സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ദ സ്കൂൾ, ഹോം ആൻഡ് കമ്മ്യൂണിറ്റി. സോ ഇത്തരം ക്ലാസ്സുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുമ്പോൾ റിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ എങ്ങനെ അവർക്ക് ഡീൽ ചെയ്യാം, അത് സ്കൂളിലുള്ള എന്തെങ്കിലുമുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റിന് എന്തെങ്കിലും ഒരു ക്രൈസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടില് കുട്ടി എന്തെങ്കിലും ഒരു ഇഷ്യൂ നേരിടുന്ന ആയിക്കോട്ടെ. അപ്പോ ഇത്തരം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു സ്കിൽസ് കുട്ടികൾക്ക് സ്കൂളിൽ നമ്മൾ ഇത്തരം എഡ്യൂക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ കുട്ടികൾക്ക് സാധിക്കും. ടു ഹെൽപ്പ് ചിൽഡ്രൻ ഗ്രോ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺ by inculcating in the certain social and moral values through games, sports, NCC, Red Cross, Scouts and Guides. നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു പാർട്ട് ആയിട്ടുണ്ടാവില്ലേ, മേ ബി NCC, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ എല്ലാം. സോ ഇത്തരം ഒരു എന്താ പറയുക സോഷ്യൽ കമ്മ്യൂണിറ്റിന്റെ എല്ലാം ഒരു ഭാഗമാവുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ്, നമ്മൾക്ക് എന്തൊക്കെ ടാസ്കുകൾ ചെയ്യാനുണ്ട്, നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്, ആ ഒരു സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് കുട്ടികളിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് ഈസ് വർക്ക് എഡ്യൂക്കേഷൻ അല്ലെ. ഇറ്റ്സ് എ പ്രീ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. പല സ്കൂളുകളിലും ഇപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വർക്ക് എഡ്യൂക്കേഷൻ. നമുക്കറിയാം പഠനത്തിലുപരി ചിലപ്പോൾ ഒരു ബെഞ്ചോ ഡെസ്കോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ബൾബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ തുന്നൽ, സ്വീയിങ്, അതുപോലെ കുക്കിംഗ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള പല എഡ്യൂക്കേഷനും സ്കൂളുകൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എങ്ങനെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വീട്ടില് ഒരു ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യാം, ഇത്തരം വൊക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇപ്പൊ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവോൾവിംഗ് ചിൽഡ്രൻ എ വെറൈറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഹെൽപ്സ് ഡെവലപ്പ് സ്കിൽസ് ലൈക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ത്രൂ വർക്ക്. അതായത് കുട്ടികളുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒരു പോസിറ്റീവ് വാല്യൂസും എല്ലാം ഇത്തരം വർക്ക് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സോ ഇതെല്ലാം സ്കൂൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാം പഠിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഈസിയാണ് കേട്ടോ അത്. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ക്ലൈമറ്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മൾ സ്കൂൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലെ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ്, അവൈലബിൾ ആയിരിക്കണം. ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കണം. പ്ലാനിങ് വേണം. ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. എങ്ങനെ നമുക്ക് ഒരു ദിവസം കടന്നു പോകണം അല്ലെ, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് അവരുടെ ടൈം ടേബിൾ, അങ്ങനത്തെ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർന്നിട്ടുള്ളതാണ് ഒരു ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ വുഡ് ബി 1:30. ഇതാണ് ഒരു ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ വരുന്നത് കേട്ടോ. അതായത് 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു റേഷ്യോ ആണ് ഇപ്പൊ നമ്മള് സ്കൂളുകളിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. പണ്ടെല്ലാം 60-70 കുട്ടികളൊന്നും ശരിക്കും അത് പോസിബിളും അല്ല, അത് നിയമപ്രകാരം നടത്താനും പാടില്ല. 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള റേഷ്യോ ആണ് നമ്മൾ നടപ്പാക്കേണ്ടത്. നെക്സ്റ്റ്, സ്കൂൾ കൾച്ചർ നർച്ചേഴ്സ് ചിൽഡ്രൻസ് ഐഡന്റിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. ഒരു സ്കൂളിന്റെ ഒരു കൾച്ചർ എന്താണോ, ഒരു എൻവയോൺമെന്റ് എന്താണോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു കുട്ടീനെ വാർത്തെടുക്കുന്നതും അവരുടെ ഇൻട്രസ്റ്റ് അവർ ചൂസ് ചെയ്യുന്നതും അതിലോട്ട് മാറുന്നതും എല്ലാം പ്രധാനമായിട്ടും. ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ്, സ്കൂളിന്റെ കൾച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കൂൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻഷുർ ആക്ടിവിറ്റീസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ചിൽഡ്രൻ. മെയിൻറ്റെയിൻ ടെക്നോളജി, ലൈബ്രറി ആൻഡ് ലബോറട്ടറീസ്. കുട്ടികൾക്ക് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യണം. അത് ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെൽ എക്യുപ്പേർഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് വേണം. അവിടെ സിസ്റ്റംസ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റംസ്, ക്വാളിറ്റി ആയിട്ടുള്ള സിസ്റ്റംസ് വേണം. ലൈബ്രറി വേണം, വേർ കുട്ടികൾക്ക് വായിക്കാനും പഠിക്കാനും എല്ലാം സാധിക്കണം. ലബോറട്ടറീസ്, വെൽ എക്യുപ്പേർഡ് ആയിട്ടുള്ള ലബോറട്ടറീസ്, കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലബോറട്ടറീസും സ്കൂൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് റിഫോം. എന്തൊക്കെയാണ്, അതായത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് NCF ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. The NCF has aimed at bringing reforms in the education system. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെയധികം ഒരു മാറ്റം അല്ലെങ്കിൽ എന്താ പറയാ ഒരു തിരുത്തിക്കുറിക്കലാണ് NCF ഉദ്ദേശിച്ചത്.
They aim centered curriculum, flexible process and learners autonomy. NCF പ്രധാനമായിട്ടും അവരുടെ ടാർഗറ്റ് അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലം, അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടൊരു കരിക്കുലം. അതുകൊണ്ടാണ് എക്സാംസ് എല്ലാം കുറച്ചും കൂടെ എളുപ്പമാക്കിയത്. കോണ്ടന്റ് നമുക്കറിയാം, ഇപ്പോഴത്തെ CBSE NCERT ഒക്കെ അവരുടെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ പഠിച്ചിരുന്ന പോലെ ഒന്നുമല്ല ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോ ഒരുപാട് കോണ്ടന്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്താ പറയാ ടോപ്പിക്സ് കട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ആക്കുകയാണ്, കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ പഠനം എളുപ്പമാക്കണം, അവർക്ക് അതൊരു ബേർഡൻ ആവരുത് എന്നുള്ളതാണ് NCF ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പോർഷൻസ് 10ാം ക്ലാസ്സുകാർക്കൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചതിന്റെ പകുതി മാത്രമേ ഇപ്പൊ അവർ പഠിക്കുന്നുള്ളൂ. ലേണേഴ്സിന്റെ ഒരു കംപ്ലീറ്റ് ഓട്ടോണമി ആണ് എന്താ പറയാ NCF ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ഇസ് എ ഫെസിലിറ്റേറ്റർ, മോട്ടിവേറ്റർ ആൻഡ് സപ്പോർട്ടർ. പണ്ടത്തെ പോലെയല്ല, ടീച്ചേഴ്സ് ഇപ്പൊ എന്താണ്, കുട്ടികൾ തന്നെ ലേണർ, അവർ സ്വന്തം ലേണർ സെൻട്രിക് ആയിട്ട് പഠിക്കുക. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്ററോ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്ററോ ഒരു സപ്പോർട്ടർ ആയിട്ട് മാത്രം ഒരു എന്താ പറയുക ഒരു കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി. കുട്ടികൾക്കാണ് എല്ലാ ഇമ്പോർട്ടൻസും. അവരെ നമ്മൾ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് അതിനുള്ള ഒരു വഴി കാട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ടീച്ചറുടെ റോള്. ഒരു സപ്പോർട്ടർ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുക. ബാക്കിയെല്ലാം കുട്ടികൾ തന്നെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് NCFന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. നെക്സ്റ്റ് NCF 2005 ഓൺ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ലാംഗ്വേജ് എഡ്യൂക്കേഷനെ കുറിച്ച് NCF എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഗൈഡ് ലൈൻസ് ഫോർ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് മൾട്ടി ലിംഗ്വലിസം ആൻഡ് നാഷണൽ ഹാർമണി. എന്താണ് മൾട്ടി ലിംഗ്വലിസം പ്രൊമോട്ട് ചെയ്യുക അല്ലെ? എന്താ മൾട്ടി ലിംഗ്വലിസം? ആർക്കെങ്കിലും അറിയോ? വാട്ട് ഇസ് മൾട്ടി ലിംഗ്വലിസം? കേട്ടിട്ടുണ്ടോ ഈ ഒരു വേർഡ് മുന്നേ? കേട്ടിട്ടുണ്ട്. യെസ്, മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഭാഷ പഠിക്കുക എന്നുള്ളതിനെയാണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത്. മോർ ദാൻ 1 ലാംഗ്വേജ് അല്ലെങ്കിൽ 2 ലാംഗ്വേജ് കുട്ടികളിൽ പഠിക്കുക, അതിനുള്ള ഒരു വേദി അവർക്ക് ഒരുക്കി കൊടുക്കുക. ലാംഗ്വേജ് ടീച്ചിങ് നീഡ്സ് ടു ബി മൾട്ടി ലിംഗ്വൽ. നമ്പർ ഓഫ് ലാംഗ്വേജസ് ഓഫേർഡ് ടു ചിൽഡ്രൻ. ഇപ്പൊ നമ്മളെ കേസ് തന്നെ ആലോചിച്ചാൽ മതി, നമ്മളൊരു ഇംഗ്ലീഷ് മാത്രമാണോ പഠിച്ചത്? അല്ല, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു, അറബി ഉണ്ടായിരുന്നു, ഹിന്ദി ഉണ്ടായിരുന്നു. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് ഉറുദു ഉണ്ടായിരുന്നു അല്ലെ? നമ്മളൊക്കെ മൾട്ടി ലിംഗ്വലിസം ആണ്. നമ്മൾ എത്രയോ ലാംഗ്വേജ് നമുക്കറിയാം അല്ലെ? ഇപ്പൊ തമിഴെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് തമിഴും നമുക്കറിയാം അല്ലെ? സോ നമ്പർ ഓഫ് ലാംഗ്വേജ് കുട്ടികൾക്ക് നമ്മൾ എന്താണ് ഓഫർ ചെയ്യണം സ്കൂളിൽ. ഹോം ലാംഗ്വേജ് ഷുഡ് ബി ദ മീഡിയം ഫോർ ലേണിംഗ് ഇൻ സ്കൂൾ. നമ്മുടെ സ്കൂൾ ലേണിംഗിൽ ഒരു മീഡിയം ആയിട്ട് നമ്മൾ ഹോം ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ടീച്ചിങ് ഇൻ ഹോം ലാംഗ്വേജ്, ദ ഹയർ ലെവൽ പ്രൈമറി എഡ്യൂക്കേഷൻ മസ്റ്റ് സ്റ്റിൽ ബി കവേർഡ് ത്രൂ ദ ഹോം ലാംഗ്വേജ്. അതായത് NCFന്റെ ഒരു ധാരണ പ്രകാരം സ്കൂളിൽ എപ്പോഴും നമ്മൾ മീഡിയം ആയിട്ട് യൂസ് ചെയ്യേണ്ട ഹോം ലാംഗ്വേജ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മലയാളത്തിലാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് NCF പറയുന്നത്. പക്ഷെ ഇനിയിപ്പോ അത് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എന്തായാലും ഹയർ ലെവലിലൊന്നും ഒരിക്കലും അത് പോസിബിൾ ആവില്ല. അപ്പൊ അത് ഹയർ ലെവലിൽ അത് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ മിനിമം പ്രൈമറി എഡ്യൂക്കേഷനിലെങ്കിലും നമ്മൾ ഹോം ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നാണ് NCF പറയുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 350A പ്രകാരം it shall be endeavor of every state and of every local authority within the state to provide adequate facilities for instruction in the mother tongue. It's very important. Instruction in the mother tongue at the primary stage of education to children belonging to linguistic minority group. അതായത് ആർട്ടിക്കിൾ 350A പ്രകാരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് പ്രൈമറി സ്റ്റേജിലെങ്കിലും കുട്ടികൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ മദർ ടങ്ങിലാണ്. ഓക്കെ, അത് ഹയർ ലെവലിൽ ഇഫ് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ദേ കൻ യൂസ് എനി അതർ ലാംഗ്വേജ്. ബട്ട് പ്രൈമറി എഡ്യൂക്കേഷനിൽ ഹോം ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, 3 ലാംഗ്വേജ് ഫോർമുല നീഡ്സ് ടു ബി ഇംപ്ലിമെന്റഡ് അല്ലെ? 3 ലാംഗ്വേജ് എങ്കിലും ആ ഒരു ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്യണം. ലൈക് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്. ഇതിനെയാണ് 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. In the non-Hindi speaking states, children learn Hindi. In case of Hindi speaking states, children learn a language not spoken in their area. ഇനി ഹിന്ദി സംസാരിക്കാത്ത സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഹിന്ദി പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഹിന്ദി പറയുന്ന സ്റ്റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അറ്റ് ലേറ്റർ സ്റ്റേജസ് ഫോറിൻ ലാംഗ്വേജ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്. പിന്നീട് ആ ഒരു പ്രൈമറി സ്റ്റേജ് എല്ലാം കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോറിൻ ലാംഗ്വേജ് നമ്മുടെ കരിക്കുലത്തിൽ ലൈക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്.
അതാണ് കേട്ടോ ലാംഗ്വേജിനെ കുറിച്ചിട്ട്. ഇനി NCF 2005 ലാംഗ്വേജ് ഇവാലുവേഷനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റർ കഴിയാറായിട്ടുണ്ട്. ഇനി ലാംഗ്വേജ് ഇവാലുവേഷനെ കുറിച്ചിട്ട് അവർ 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ലാംഗ്വേജ് ഇവാലുവേഷൻ നീഡ് നോട്ട് ബി ടൈഡ് ടു അച്ചീവ്മെന്റ് ബട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അതായത് നമ്മളെ ലാംഗ്വേജ് കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളതല്ല, നമുക്ക് ലാംഗ്വേജിൽ എത്രത്തോളം പ്രൊഫിഷ്യന്റ് ആവാൻ സാധിച്ചു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. I hope it is clear. Second one, evaluation is to be enabling factor for learning. Assessment could be documented. നമുക്ക് എപ്പോഴും ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ ലേണിംഗിന്റെ ഒരു കീ ഫാക്ടർ ആണ് ഇവാലുവേഷൻ. സോ ടീച്ചേഴ്സ് ഓൾവേസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അസസ്മെന്റ് എന്തൊക്കെയാണോ അസസ് ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൈമറി ലെവലിലുള്ള കുട്ടിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റീഡിംഗ് വളരെ ഓക്കെ ആയിരിക്കും, പക്ഷെ റൈറ്റിംഗ് അത്രത്തോളം ക്ലിയർ അല്ല. അപ്പൊ അതെല്ലാം ആ അസസ്മെന്റ് എല്ലാം ടീച്ചർ ഡോക്യുമെന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് മുന്നോട്ട് പോകുന്നവരും എത്രത്തോളം ഇംപ്രൂവ് ആവാൻ ആ കുട്ടിക്ക് സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ ഡോക്യുമെന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. തേർഡ് വൺ ഇസ് നാഷണൽ ബെഞ്ച്മാർക്ക് ഫോർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നീഡ് ടു ബി ഇവോൾവ്ഡ്. നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ബേസിക് ഒരു ലൈൻ വേണം, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് വേണം. അത്രയെങ്കിലും ആ കുട്ടിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കണം. ഡിസൈൻ ആൻഡ് ഓപ്ഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്. കുട്ടികൾക്ക് കൂടുതൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എല്ലാം കൊടുക്കാം. ലൈക്ക് ഒരു ഗ്രാമർ ടെസ്റ്റോ അല്ലെങ്കിൽ വൊക്കാബുലറി ടെസ്റ്റോ, അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു സ്പീച്ച് പറയിപ്പിക്കുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് ഇംപ്രൂവ്മെന്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, a student may be allowed to pass without English if an alternative route is there. ഇനി ഇംഗ്ലീഷ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാതെയും അവർക്ക് എന്താണ് പാസ് ചെയ്യാൻ സാധിക്കും. സോ അതിന് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ. നെക്സ്റ്റ് ഇസ് റെക്കഗ്നീഷൻ ഓഫ് മദർ ടങ്. നമ്മളെ മദർ ടങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അല്ലെ. മദർ ടങ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അതായത് നമ്മൾ നമ്മുടെ പാരന്റ്സിൽ നിന്നും ലേൺ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് മദർ ടങ്, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്. ഇതിന് നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് എന്നും പറയും. ദ ലാംഗ്വേജ് സ്പോക്കൺ അറ്റ് ഹോം, നമ്മൾ നമ്മുടെ വീട്ടില് അല്ലെ വീടുകളിൽ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് നമ്മുടെ ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ടങ്? ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എ ചൈൽഡ് ഇൻവോൾവ്സ് മോർ ദാൻ ജസ്റ്റ് എ ലാംഗ്വേജ്. നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു ലാംഗ്വേജിനപ്പുറം നമ്മളൊരു കുട്ടി വളരുന്നത്, നമ്മൾ വളരുന്ന ഓരോ സ്റ്റേജിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ലാംഗ്വേജ് ആണ് മദർ ടങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ ചൈൽഡ്സ് പേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ കൾച്ചറൽ ഐഡന്റിറ്റി എല്ലാം എന്താ പറയാ ഇംപ്രൂവ് ആവുന്നത് നമ്മുടെ മദർ ടങ്ങിലൂടെയാണ്. വെൻ ചിൽഡ്രൻ ഡെവലപ്പ് ദിയർ മദർ ടങ്, they are fostering essential skills like critical thinking, literacy skills, etc. നമ്മൾ നമ്മുടെ മദർ ടങ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ് ലൈക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, ലിറ്ററസി സ്കിൽസ് ഇതെല്ലാം ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൽസ് ആൻഡ് കൺസെപ്റ്റ്സ് ഗെയിൻഡ് ഇൻ ദ ലേണേഴ്സ് ഹോം ലാംഗ്വേജ് നീഡ് നോട്ട് ടു ബി റീടോട്ട്. നമ്മൾ നമ്മുടെ ഹോം ലാംഗ്വേജിൽ പഠിച്ചെടുക്കുന്ന പല കാര്യങ്ങളും പല സ്കിൽസും കൺസെപ്റ്റ്സും ഒരിക്കലും പിന്നെ നമുക്ക് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ, കാരണം നമ്മൾ അത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ്, അച്ചീവ് സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, അവയർനെസ് ആൻഡ് കൾച്ചർ. നമ്മൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും അവയർനെസ് ആയിക്കോട്ടെ, നമ്മുടെ കൾച്ചറിനെ മനസ്സിലാക്കുന്നതായിക്കോട്ടെ, എല്ലാം നമ്മുടെ മദർ ടങ്ങിലാണ് അല്ലെ. സോ മദർ ടങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മദർ ടങ് ഇൻ എഡ്യൂക്കേഷൻ. എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഇറ്റ് മേക്സ് ഈസിയർ ഫോർ ചിൽഡ്രൻസ് ടു പിക്ക് അപ്പ് ആൻഡ് ലേൺ അതർ ലാംഗ്വേജ്. നമ്മൾ ആദ്യം പഠിക്കുന്ന ലാംഗ്വേജ് ആണ് നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്. അതിലൂടെയാണ് നമ്മൾ വേറെ പല ലാംഗ്വേജസും പിന്നീട് പഠിക്കുന്നത്. ഡെവലപ്പ് സ്റ്റൈൽ, പേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് ദിയർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലിറ്ററസി സ്കിൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കരിക്കുലം, നമ്മുടെ കരിക്കുലത്തിന് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മദർ ടങ്ങിലൂടെയാണ്. സ്കിൽസ് ലേൺഡ് ഇൻ മദർ ടങ് ഡു നോട്ട് ഹാവ് ടു ബി റീടോട്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ചിൽഡ്രൻസ് ക്യാൻ എൻജോയ് സ്കൂൾ മോർ ആൻഡ് ഫീൽ കംഫർട്ടബിൾ. അവരുടെ സ്കൂൾ ലൈഫ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് എൻജോയ് ചെയ്യാനും കുറച്ചുകൂടെ കംഫർട്ടബിൾ, നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ നമ്മുടെ ലാംഗ്വേജിലല്ലേ. ഓക്കെ. ഹയർ സെൽഫ് എസ്റ്റീം, നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസും ഒരു മോട്ടിവേഷൻ എല്ലാം ഉണ്ടാവും. പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കൂടും. ഇപ്പൊ നമ്മൾ നമ്മുടെ പാരന്റ്സിനോട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്ന കുറെ നേരം അവർ സംസാരിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ മലയാളത്തിലാവുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്ററാക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ്.
ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് ഏൺ ഹയർ ഏർണിങ്സ്. നമ്മുടെ സൊസൈറ്റി ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പല വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിനെ ഉയർത്തുകയും അതിലൂടെ നമുക്ക് എന്നുള്ളത് നോക്കാം കേട്ടോ. ഫ്രം ക്ലാസ് 3 ഓൺവേർഡ്സ് ഓറസി ആൻഡ് ലിറ്ററസി വിൽ ബി എ ടൂൾ. എന്താ ഓറസി എന്ന് പറഞ്ഞാല് 3ാം ക്ലാസ് മുതൽ, അതായത് ഗ്രേഡ് 3 മുതൽ കുട്ടികൾക്ക് എന്താ പറയാ അവരുടെ ഒപ്പീനിയൻസ് തുറന്ന് പറയാനും അവർക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും ഉള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കണം. അറ്റ് ദ പ്രൈമറി സ്റ്റേജ് ചൈൽഡ്സ് ലാംഗ്വേജ് മസ്റ്റ് ബി അക്സെപ്റ്റഡ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. NCF ഒരിക്കലും പറഞ്ഞിട്ടില്ല ചെറിയ കുട്ടികളെ പോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രൈമറി സ്റ്റേജിൽ അവരുടെ ബേസ് ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ കുട്ടികളെ മദർ ടങ്ങിൽ പഠിപ്പിക്കണം എന്ന് തന്നെയാണ് NCF പറഞ്ഞിട്ടുള്ളത്. സോ ഒരിക്കലും എന്താണ് ലാംഗ്വേജ് വേറെ സെക്കൻഡ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് NCF പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ ലാംഗ്വേജ് എന്താണോ അതിനെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് NCF പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ബൈ ക്ലാസ് 4 റിച്ച് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്പോഷർ ഇസ് മെയ്ഡ് അവൈലബിൾ. റെസ്പെക്ട് ദി ചൈൽഡ്സ് ഹോം ലാംഗ്വേജ്. 4ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാൻ നമുക്ക് എന്താ പറയാ അനുവാദം തന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കൊടുക്കാം. സെക്കൻഡ് ലാംഗ്വേജ് പല ലാംഗ്വേജസും കൂടുതലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ എങ്കിൽ കൂടെ അവരുടെ ഹോം ലാംഗ്വേജിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നും NCF പറഞ്ഞിട്ടുണ്ട്. Last, third one, it should be accepted that errors are necessary part of process of learning. Give comprehensible and interesting input. എന്താണെങ്കിലും നമുക്കറിയാം എറേഴ്സ് ഉണ്ടായിരിക്കും, മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. അത് ആസ് എ പാർട്ട് ഓഫ് ലേണിംഗ് അത് ഉണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്താ പറയാ അതിനെ മറികടന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഹോം ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികൾക്ക് മിസ്റ്റേക്സുകൾ ഉണ്ടാവും, അതിനെ തിരുത്തി കൊടുക്കുക. അവരെ ഒരു ഹയർ ലെവലിലോട്ട് എത്തിക്കാനുള്ള എല്ലാ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഐ ഹോപ്പ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. NCF എന്ന് പറയുന്ന വളരെ നല്ല ഒരു പോളിസിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേം ആണ്. ഈ NCFന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ സ്കൂളിൽ കറന്റ്ലി ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. മദർ ടങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ഇവാലുവേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണല്ല, NCFന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷനെ ഏത് തരത്തിൽ മാറ്റണമെന്നും പഴയ എഡ്യൂക്കേഷനിൽ നിന്നും ഇപ്പോഴത്തെ എഡ്യൂക്കേഷനെ എങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടുവരണമെന്നും വ്യക്തമായിട്ടുള്ള ധാരണ NCFന് ഉണ്ടായിരുന്നു. അതാണ് NCF പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവന്നത്. 2005ന്റെ NCF ആണ് നമ്മളിപ്പോ പറഞ്ഞത്. കറന്റ്ലി 2021 വീണ്ടും NCF ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ പല മാറ്റങ്ങളും സ്കൂളുകളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് ചാപ്റ്റർ വാസ് ക്ലിയർ ഫോർ യു. ഈ ഒരു ചാപ്റ്റർ എനിക്ക് തോന്നുന്നു മറ്റ് 2 ചാപ്റ്ററിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു കോണ്ടന്റ് നമ്മുടെ CLIL പോലെയുള്ള ടോപ്പിക്സ് എല്ലാം, ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. എന്തായാലും ഗോ ത്രൂ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. Okay, so thank you so much. Thank you.